എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ആൻഡ്രോയിഡ് ഫോണുകളിൽ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ റാം, റോം എന്നൊക്കെ. റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായ സ്പീഡ് കിട്ടുന്ന മെമ്മറി കാർഡാണ് റാം. റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഫയൽസ് സ്റ്റോർ ചെയ്യുന്ന അതായത് ഒരു ഹാർഡ് ഡിസ്ക് സ്പേസ്. ഈ രണ്ട് ഇതും നമുക്ക് മൊബൈലിൽ വളരെ കുറവേ ഉണ്ടാവുള്ളൂ. സാധാരണ മാക്സിമം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മൊബൈലിൽ 2 GB ഒക്കെയാണ് റാം. എന്നിരുന്നാലും സാധാരണ ഫോണുകളിലൊരു 512 റാമൊക്കെ നമുക്ക് ലഭിക്കുന്നുള്ളൂ. കാരണം 2 GB റാമൊക്കെ ഉള്ള ഫോണുകൾ നല്ല 10-13 മുകളിലേക്ക് വില ഉള്ളതാണ്. അതിൽ റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻബിൽറ്റ് കാർഡുള്ളത്, അത് ഏകദേശം 8 GB ഒക്കെ ഉള്ള മെമ്മറി ഉള്ള ഫോണുകൾ വരുന്നുണ്ട്. നമ്മൾ ഇവിടെ പറഞ്ഞു തരാൻ പോണ ആപ്ലിക്കേഷൻ ഓൾ ഇൻ വൺ ടൂൾ ബോക്സ് എന്നാണ് അതിൻ്റെ പേര്. നമ്മളിതിൻ്റെ വീഡിയോയുടെ അടിയിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വെച്ചിട്ടുണ്ട്. ഈ ടൂൾ ബോക്സ് പേരിൽ തന്നെ അതിൻ്റെ എന്താണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതായത് കുറേ ടൂളുകൾ ഒരു ബോക്സിൽ അടുക്കി വെച്ചിരിക്കുന്ന ഒരു ഫംഗ്ഷൻ. എന്നൊക്കെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ കാണുന്നത് ഇതുപോലെ റാം, റോം, SD കാർഡ് ഉണ്ടെങ്കിൽ SD കാർഡ്, ഇതിൻ്റെ യൂസേജ് എത്ര യൂസേജ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് കാണിക്കുന്നത്. അതായത് ഈ നമ്മുടെ മെമ്മറി കാർഡിൽ നമ്മൾ മെമ്മറി കൂടുതൽ, അതായത് ആപ്ലിക്കേഷനുകളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ആൻഡ്രോയിഡിൽ. സാധാരണ വാട്സാപ്പ്, ഫേസ്ബുക്ക് മെസ്സഞ്ചർ അങ്ങനെയുള്ള ധാരാളം ആപ്ലിക്കേഷനുകൾ, ചിലത് ഓൺലൈൻ ആയിട്ട് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷനുകൾ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ മെമ്മറി വളരെ കുറഞ്ഞു പോകും. അങ്ങനെ മെമ്മറി കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു ഗെയിം എന്തെങ്കിലും ഓപ്പൺ ആക്കിയാൽ ശരിക്കും വലിയും. അത് നമുക്ക് എന്തായാലും ആൻഡ്രോയിഡ് ഫോണിൽ ഉപയോഗിച്ചവർക്ക് ശരിക്കും മെമ്മറി വലിയണതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാകും. അങ്ങനെ വലിയുന്ന ഒരു സിസ്റ്റം പെട്ടെന്ന് മെമ്മറി റിലീസ് ചെയ്ത് നല്ല പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയുള്ളൊരു ടൂൾ ബോക്സ്, അങ്ങനെ ഒരു ഫംഗ്ഷനാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. ഇനി നമുക്കിവിടെ നോക്കാം. ഇപ്പോൾ കാണിക്കുന്നത് റാം 19% ആകെ ഫ്രീ ആയിട്ടുള്ളത്. ടോട്ടൽ 350 MB ആണുള്ളത്. ഇവിടെ അതുപോലെ റോം, അത് നമ്മുടെ മൊബൈലിലെ ഇൻബിൽറ്റ് മെമ്മറി, അതിൽ ഫ്രീ ആയിട്ടുള്ള 201 MB ആണ്. അപ്പോൾ ആപ്ലിക്കേഷനുകൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മെമ്മറി വലിക്കുന്നു. ആപ്ലിക്കേഷനുകൾ ഓരോന്നും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടെമ്പററി ഫയലുകൾ ഉണ്ടാകും. ആ ടെമ്പററി ഫയലുകൾ നമ്മുടെ ഹാർഡ് ഡിസ്ക്, അതായത് മെമ്മറി കാർഡിലെ ഫയലുകൾ ആയിട്ട് കുമിഞ്ഞു കൂടി നമ്മുടെ സ്പേസ് കുറഞ്ഞു വരും. അതാണ് ആ റോമിൽ സ്പേസ് നമുക്ക് ഇത് ചെയ്യുന്നത്, കൂടി വരുന്നു, ഫ്രീ സ്പേസ് കുറഞ്ഞു വരുന്നു. അപ്പോൾ ഇതെല്ലാം ഒറ്റയടിക്ക് നമുക്ക് മാറ്റം വരുത്താൻ ഇതിൽ ക്വിക്ക് ബൂസ്റ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. നോക്കുക, CPU 15% ആണ് ആകെ ഫ്രീ ആയിട്ടുള്ളത്, 19% റാമിൻ്റെ ഫ്രീ ആയിട്ടുള്ളത്, റോം 47 ആണ്, SD കാർഡ് 74%. നമുക്ക് ക്വിക്ക് ബൂസ്റ്റ് അമർത്തി നോക്കാം. വ്യത്യാസം വന്നത് ഏകദേശം 19 എന്നുള്ളത് 37-38% റാമിൻ്റെ, റോമിൻ്റെ കൂടി അങ്ങനെ CPU ഇത്ര ഇതിൻ്റെ നമുക്ക് ഇത് യൂസേജ് നമുക്ക് റിലീസ് ചെയ്ത് തന്നു. ഇനി ഇതിലടുത്ത് ബാറ്ററി ബൂസ്റ്റർ എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ബാറ്ററിയുടെ ചാർജൊക്കെ കൂടുതൽ ടൈം നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ളത്. അത് ഇതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം പോലെ നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് നിർബന്ധമില്ല. പിന്നെ നമ്മുടെ ഇതിലടുത്ത് കാണിക്കുന്ന ഭാഗം നോക്കാം. വൈഫൈ കണക്റ്റഡ് ആണെങ്കിൽ അതിൻ്റെ സിഗ്നൽ, IP അഡ്രസ്സ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാണിക്കും. അടുത്തത് പ്രോസസ്സ് എന്നത് കാണിക്കും. അതായത് ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊക്കെ ആപ്ലിക്കേഷനുകളാണ്. നമ്മൾ സാധാരണ നമുക്ക് ഓരോന്ന് പോയി സെലക്ട് ചെയ്ത് അത് കിൽ സെലക്ട് എന്നാൽ ക്ലോസ് ചെയ്യുക. അങ്ങനെ ക്ലോസ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇതിൽ കിൽ സെലക്റ്റഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷനുകളെല്ലാം തന്നെ ക്ലോസ് ആയി പോയിക്കോളും. ഇത് നമുക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഭയങ്കരമായിട്ട് മെമ്മറി കുറവായിട്ട് നമുക്ക് സിസ്റ്റം വലിയണതായിട്ട് തോന്നിയാൽ മാത്രം നമ്മളത് ഇത് ചെയ്താൽ മതി. നമുക്ക് അടുത്ത ഫംഗ്ഷൻ നോക്കാം. ടൂൾസ്, ഇതാണ് കൂടുതലുള്ളത്. ക്യാഷെ ക്ലീനർ, ഞാൻ പറഞ്ഞു നമ്മുടെ ഓരോ ആപ്ലിക്കേഷനും, ഉദാഹരണം ഇപ്പോൾ നമ്മളൊരു ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കുകയാണെങ്കിൽ ഒരു സൈറ്റ് ഓപ്പൺ ആക്കിയാൽ അതിൽ ഓരോ സൈറ്റിലും ലോഗിൻ ചെയ്യുമ്പോൾ കുക്കീസ് എന്നൊരു ഡാറ്റ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ കുറേ ചെറിയ ഫയലുകൾ ക്രിയേറ്റ് ആവും. ഇങ്ങനെയുള്ള ഫയലുകളെ ആണ്
ക്യാഷയിലേക്ക് സ്റ്റോർ ആവും. ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ ക്യാഷെ ക്ലീനർ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. നമ്മൾ വെറുതെ സെലക്ട് ചെയ്തിട്ട് നോക്കാം എത്ര ഫയലുണ്ടെന്ന് കാണിച്ചു തരും. അതിൽ ക്യാഷയിൽ 33.59 MB ആണ് ക്യാഷ്. അതായത് പല ആപ്ലിക്കേഷനുകൾ ഉണ്ടാക്കിയിരിക്കുന്ന ടെമ്പററി ഫയലുകൾ സൈസ് കാണിക്കുന്നുണ്ട് ഇവിടെ. ഇത് ക്ലീൻ കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അത് ക്ലീൻ ചെയ്ത് തരും. ഇതുപോലെ ഹിസ്റ്ററി ക്ലീനർ, അതായത് നമ്മളൊരു സൈറ്റ് എന്തെങ്കിലും സന്ദർശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ URL അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഇമേജുകൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അത് നമുക്ക് ക്ലീൻ ചെയ്ത് കുറച്ച് സ്പേസ് ലാഭമായിട്ട് കിട്ടും. ഇതുപോലെ കുറേ ഫങ്ഷനുകൾ ഈ ഒരൊറ്റ ടൂൾ ബോക്സിൽ തന്നെ ഉണ്ട്. അതായത് SMS ക്ലീനർ, നമ്മുടെ കോൾ ലോഗുകൾ ക്ലിയർ ചെയ്യാനുള്ളത്, SD കാർഡിലുള്ള അനാവശ്യമായിട്ടുള്ള മെമ്മറികൾ, പിന്നെ APK എന്ന് പറഞ്ഞാൽ ഓരോ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ്റെയും ഫയലുകളാണ് APK എന്ന് പറയുന്നത്. നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഫയലാണ് APK എക്സ്റ്റൻഷനോട് കൂടിയായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈലിൽ കിടപ്പുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ നമുക്ക് APK ക്ലീനർ ഉപയോഗിക്കാം. ഇതൊന്നും അല്ലെങ്കിൽ 1 കീ ക്ലീൻ എന്നുള്ള അമർത്തി കഴിഞ്ഞാൽ ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലീൻ ചെയ്തു പോകും. അടുത്തായിട്ട് പാക്കേജ് മാനേജറാണ്. അതായത് ഓരോ ഫയൽ നമ്മളിപ്പോൾ കുറേ APK ഫയലുകൾ ആപ്ലിക്കേഷൻ, അതായത് ആൻഡ്രോയിഡിൻ്റെ ആപ്ലിക്കേഷൻ ഫയലുകൾ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഓരോന്നായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അല്ലെങ്കിൽ ഒരു 3-4 എണ്ണം സെലക്ട് ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ, അതായത് ഒരു ഫോണിലെ ഓരോ ആപ്ലിക്കേഷനുകളും കോൺടാക്ട്സും അതെല്ലാം ബാക്കപ്പ് എടുത്ത് വയ്ക്കാം. ബാക്കപ്പ് എടുത്ത് വെച്ചിട്ട് റീസ്റ്റോർ ചെയ്യാം. നമ്മുടെ ഫയലുകളൊന്നും മിസ്സാവാണ്ടിരിക്കാൻ നമുക്ക് സിസ്റ്റത്തിലേക്ക് ഇത് ബാക്കപ്പ് എടുത്ത് വെക്കാനും ആവും. സിസ്റ്റം ആപ്പ് അൺഇൻസ്റ്റാൾ, അതായത് ഫേസ്ബുക്ക് പോലുള്ള ചില ആപ്ലിക്കേഷനുകൾ നമ്മൾ ഫോൺ എടുക്കുമ്പോൾ തന്നെ അതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. നമ്മളത് എന്തൊക്കെ ചെയ്താലും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അത് റിമൂവ് ചെയ്യാൻ ഈ ഓൾ ഇൻ വൺ ടൂൾ ബോക്സ് ഉപയോഗിക്കാം. പക്ഷെ ശ്രദ്ധിക്കുക, ഓൾ ഇൻ വൺ ടൂൾ ബോക്സ് ഉപയോഗിച്ചാൽ മാത്രം ഇതായി ചെയ്യില്ല. റൂട്ട് ചെയ്ത ഫോണുകൾ, അതായത് നമ്മുടെ കമ്പനി പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന ഫോൾഡറുകൾ കൂടി ആക്സസ് ചെയ്യാനുള്ള ഒരു ഇതാണ് റൂട്ട് എന്ന് പറയുന്നത്. അത് നമ്മൾ ചെയ്യാണ്ടിരിക്കണേക്കും നല്ലത് വാറൻ്റി ഉള്ള ഫോണുകളൊന്നും റൂട്ട് ചെയ്യരുത്, വാറൻ്റി നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇനി വാറൻ്റി കഴിഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റൂട്ട് ചെയ്തതിന് ശേഷം സിസ്റ്റം ആപ്പ് അൺഇൻസ്റ്റാൾ ഉപയോഗിച്ചിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. ഇത് കൂടാതെ നമുക്ക് ഇതിനുള്ളിലുള്ളൊരു മറ്റു ഫംഗ്ഷൻ ആപ്പ് ടു SD എന്നാണ്. നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫോണിലോ അതായത് ഫോണിലെ മെമ്മറിയിലോ അല്ലെങ്കിൽ SD കാർഡിലെ മെമ്മറിയിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ നേരെ തിരിച്ച് മറ്റ് മെമ്മറിയിലേക്ക്, അതായത് ഫോണിലുള്ള ആപ്ലിക്കേഷൻ SD കാർഡിലെ സ്പേസിലേക്കോ SD കാർഡിലുള്ള ആപ്ലിക്കേഷൻ ഫോണിലെ സ്പേസിലേക്കോ മൂവ് ചെയ്യിക്കാൻ പറ്റും. ഇതിൻ്റെ പ്രധാന ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില ആപ്ലിക്കേഷനുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നോക്കുക. ഇപ്പോൾ എയർഡ്രോയിഡ് എന്നൊരു ആപ്ലിക്കേഷനാണ്. 10 MB നമ്മൾ അതിൻ്റെ സ്പേസ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോണിൽ ആകെ ഉള്ളത് ഒരു 100 MB സ്പേസ് ആണെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഒരു 10 ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫോണിലെ മെമ്മറി ഫുള്ളായി തീരും. പിന്നെ നമ്മുടെ ഫോൺ ശരിക്കും വലിയും നമുക്ക് ഉപയോഗിക്കാൻ തന്നെ പറ്റില്ല എന്നൊരു കണ്ടീഷനിലേക്ക്. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭം വരുമ്പോൾ നമുക്ക് ആ ആപ്ലിക്കേഷനുകൾ മറ്റ് മെമ്മറിയിലേക്ക്, അതായത് SD കാർഡിലെ മെമ്മറിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ സാധാരണ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു അവസ്ഥയില്ല. അതേ രീതിയിൽ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് SD കാർഡ് അല്ലെങ്കിൽ ഫോൺ ഈ 2 മെമ്മറിയിലേക്ക് അങ്ങോട്ട് മാറ്റാനുള്ള ഓപ്ഷനാണ് വച്ചേക്കുന്നത്. നമ്മൾ മുകളിൽ ശ്രദ്ധിക്കുക, ഫോണിന് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ SD കാർഡും സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് SD കാർഡിലുള്ളൊരു ആപ്ലിക്കേഷൻ, എയർഡ്രോയിഡ് എന്ന ആപ്ലിക്കേഷൻ ഞാൻ മൂവ് ചെയ്യിക്കുകയാണ് ഫോണിലെ മെമ്മറിയിലേക്ക്. സെലക്ട് ചെയ്യുക, മൂവ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് കൺഫർമേഷൻ ചോദിക്കും, യെസ് കൊടുക്കുക. ഇവിടെ മൂവ് ടു ഫോൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. മൂവ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിവിടെ മറ്റൊരു ബട്ടൺ വരും, അതായത് മൂവ് ടു SD കാർഡിലേക്ക്. ഇനി തിരിച്ചു വേണമെങ്കിൽ SD കാർഡിലേക്ക് മൂവ് ചെയ്യിക്കാമെന്ന് തിരിച്ച് നമുക്ക് മൂവ് ചെയ്യിക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷനുകൾ. ഇത് കൂടാതെ പിന്നെ നമുക്കുള്ളതാകെ ജനറൽ എന്നതിലുള്ള ആഡ് ടു സ്റ്റാർട്ടപ്പ്, ബൂട്ട് സ്പീഡപ്പ്, ഫയൽ മാനേജർ എന്നീ ഓപ്ഷനുകളാണ്. ആഡ് ടു സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോൺ റീസ്റ്റാർട്ടായിട്ട് വരുമ്പോൾ തന്നെ ഇത് സ്റ്റാർട്ടായി വന്നോ വർക്കായി വന്നോ എന്നാണ്. ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കാറില്ല, കാരണം ബൂട്ടിംഗ് ടൈം കൂടുതൽ എടുക്കും നമ്മുടെ ഫോണിന്. അതുകൊണ്ട് നമ്മളത് ഉപയോഗിക്കാണ്ടിരിക്കാൻ നല്ലത്.
പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നത് ബൂട്ട് സ്പീഡപ്പാണ്. ബൂട്ട് സ്പീഡപ്പ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ ഫോൺ ഓണായി പെട്ടെന്ന് നമുക്ക് നമ്മുടെ മെയിൻ ഹോം പേജിലേക്ക് വരുന്നതിന് നമുക്ക് കുറേ ആപ്ലിക്കേഷനുകൾ ഡിസേബിൾ ചെയ്ത് കളയാം. പക്ഷെ അതൊക്കെ നോക്കിയിട്ട് മാത്രം നമ്മൾ ഡിസേബിൾ ചെയ്ത് കളഞ്ഞാൽ ഇതുപോലെ ബാറ്ററി ഡോക്ടർ അത് നമ്മൾ എക്സ്റ്റേണലായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ആപ്ലിക്കേഷനുകൾ മാത്രം വേണമെങ്കിൽ ഡിസേബിൾ ചെയ്യാം. അറിഞ്ഞുകൂടാത്തവരത് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ചിലപ്പോൾ അത് നമ്മുടെ സർവീസിനെ ബാധിച്ചേക്കും ഫോണിൻ്റെ. അത് വലിയ വിഷയമൊന്നും ഉണ്ടാവില്ല. ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റെഡിയാകും. എന്നാലും ചെയ്യാണ്ടിരിക്കാൻ നല്ലത്. പിന്നെ നമുക്കുള്ളത് സെറ്റിങ്സ് ഭാഗമാണ്. ഇത് പൈസ കൊടുത്ത് പ്രോ അക്കൗണ്ട് എടുക്കുകയാണ്. അത് നമുക്ക് വലിയ താല്പര്യം, ആരും നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുത്ത് ഒരു സാധനവും വാങ്ങില്ല. എല്ലാം ഓസിലിറ്റാലേ വാങ്ങുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് പിന്നെ തിരിഞ്ഞു നോക്കണ്ട. നോക്കാനുള്ളത് സെറ്റിങ്സ് ആണ്. സെറ്റിങ്സിൽ ഷോ നോട്ടിഫിക്കേഷൻ ഐക്കൺ, ഷോ ഐക്കൺ ഓൺ നോട്ടിഫിക്കേഷൻ ബാർ. നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ ഈ ഭാഗത്ത് ഒരു ഐക്കൺ, അതായത് ഈ ഓൾ ഇൻ വൺ ടൂൾ ബോക്സിൻ്റെ ഐക്കൺ കാണണോ കാണണ്ടോ എന്ന് തീരുമാനിക്കാനാണ് ഉപയോഗിക്കുന്നത്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇത് ചെയ്തിട്ടായി താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഓണാക്കി ഇടുക. ഈ ഭാഗത്തായിട്ടായിരിക്കും നമുക്ക് ഐക്കൺ ദൃശ്യമാകുന്നത്. അതുപോലെ ആപ്ലിക്കേഷൻ ഷോ ആപ്പ് ടു SD നോട്ടിഫിക്കേഷൻ, നോട്ടിഫൈ ആപ്സ് വിച്ച് ക്യാൻ ബി മൂവ് ടു SD കാർഡ് ആഫ്റ്റർ ഇൻസ്റ്റാൾ. നമ്മളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ആപ്ലിക്കേഷൻ SD കാർഡിലേക്ക് മൂവ് ചെയ്യണോ എന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ കാണിക്കുന്നതാണ്. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് വലിയ പ്രധാനപ്പെട്ട ഇതൊന്നുമില്ല. വേഗം സെറ്റിങ്സ് വെറുതെ കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. നമ്മൾ വലിയ ഒന്നും കാര്യമായിട്ട് ചെയ്യേണ്ടതില്ല. അവയിൽ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യാനുള്ളത് ഒന്നുകിൽ വൺ കീ ക്ലീൻ ഉപയോഗിക്കുക, പ്രോസസ്സിൽ അതുപോലെ തന്നെ കിൽ സെലക്റ്റഡ് ഉപയോഗിക്കുക, ഇൻഫോ എന്ന സെക്ഷനിൽ ക്വിക്ക് ബൂസ്റ്റ് ഉപയോഗിക്കുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ബാറ്ററി ബൂസ്റ്റ് എന്നുള്ളതും കൂടി ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ ഇവിടെ നമുക്ക് സിസ്റ്റം ഇൻഫോ കൂടി കാണാൻ സാധിക്കും. ഇവിടെ ഏത് മോഡലാണ് നമ്മുടെ ഫോൺ, അതിൻ്റെ ഇത് ഡീറ്റെയിൽസുകൾ എല്ലാം അവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇത്രയാണ് നമുക്ക് ഇതിൽ ഉള്ളത്.